കോശശ്വസനത്തെക്കുറിച്ചാണ് പഠിച്ചു കഴിഞ്ഞത്. ഇനി പ്രകാശ സംശ്ലേഷണത്തെയും ശ്വസനത്തെയും നമുക്കൊന്ന് പട്ടികപ്പെടുത്തി വിശദീകരിച്ചാലോ? ഒരു ഭാഗത്ത് പ്രകാശ സംശ്ലേഷണവും മറ്റൊരു ഭാഗത്ത് ശ്വസനവും കൊടുത്തിരിക്കുന്നു. അതിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് പ്രകാശ സംശ്ലേഷണത്തിൽ ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നതിലൂടെ ഊർജം സംഭരിക്കപ്പെടുന്നു. ശ്വസനത്തിൽ ഗ്ലൂക്കോസ് വിഘടിക്കുന്നതിലൂടെ ഊർജം സ്വതന്ത്രമാക്കുന്നു. പ്രവർത്തന ഘട്ടങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിൽ പ്രകാശഘട്ടവും ഇരുണ്ട ഘട്ടവുമാണ്. ശ്വസനത്തിൽ ഗ്ലൈക്കോളിസിസും ക്രബ്സ് പരിവൃത്തിയുമാണ്. അഭികാരകങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ്, ജലം, സൂര്യപ്രകാശം എന്നിവയാണ്. ശ്വസനത്തിൽ ഗ്ലൂക്കോസ്, ഓക്സിജൻ എന്നിവയാണ്. ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിൽ ഗ്ലൂക്കോസ്, ജലം, ഓക്സിജൻ. ശ്വസനത്തിൽ ജലം, കാർബൺ ഡൈ ഓക്സൈഡ്, ATP. ശ്വസനഫലമായി കോശങ്ങളിൽ കാർബൺ ഡൈ ഓക്സൈഡും ജലവും രൂപപ്പെടുന്നുണ്ടല്ലോ. ശ്വസനവേളയിൽ കുറഞ്ഞ അളവിൽ നീരാവിയായും ശരീരത്തിൽ നിന്ന് ജലം നീക്കം ചെയ്യപ്പെടുന്നുണ്ട്. എന്നാൽ കോശശ്വസനത്തിൻ്റെ പ്രധാന ഉപോൽപ്പന്നമായ കാർബൺ ഡൈ ഓക്സൈഡ് കോശങ്ങളിൽ നിന്ന് എങ്ങനെയാണ് നീക്കം ചെയ്യപ്പെടുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെയാണ് കോശങ്ങളിൽ നിന്ന് നീക്കം ചെയ്യുന്നത് എന്ന് നമുക്ക് ചിത്രീകരണത്തിലൂടെ വിശദമാക്കാം. ടിഷ്യൂ ദ്രവത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് 7% പ്ലാസ്മയിലെ ജലത്തിൽ ലയിച്ചാണ് നീക്കം ചെയ്യപ്പെടുന്നത്. അതിൽ 23% ഹീമോഗ്ലോബിനുമായി ചേർന്ന് കാർബമിനോ ഹീമോഗ്ലോബിൻ രൂപത്തിൽ പുറത്തേക്ക് കളയുന്നു. ബാക്കി 70% അരുണരക്താണുവിലെ ജലവുമായി പ്രവർത്തിച്ച് ബൈകാർബണേറ്റുകളുടെ രൂപത്തിലും കളയുന്നു. ഇവയെല്ലാം ശ്വാസകോശങ്ങളിൽ വച്ച് കാർബമിനോ ഹീമോഗ്ലോബിനും ബൈകാർബണേറ്റും വിഘടിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് സ്വതന്ത്രമാകുന്നു. കോശത്തിൽ നിന്ന് അത് കാർബമിനോ ഹീമോഗ്ലോബിനും ബൈകാർബണേറ്റുകളുമായി രക്തത്തിൽ കലർന്ന് ശ്വാസകോശത്തിലെത്തുമ്പോൾ അവ വിഘടിച്ച് കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വതന്ത്രമാക്കുന്നു. ശ്വാസകോശങ്ങളിലൂടെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളപ്പെടുന്നതെന്ന് മനസ്സിലായല്ലോ. ഇത് നടക്കാതിരുന്നാൽ എന്ത് സംഭവിക്കും? കോശങ്ങളിൽ വൈവിധ്യമാർന്ന ജീവൽ പ്രവർത്തനങ്ങൾ നടക്കുന്നു. അതിലൊന്നാണ് കോശശ്വസനം. കോശശ്വസനത്തിൻ്റെ ഫലമായി കാർബൺ ഡൈ ഓക്സൈഡ്, ജലം തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ രൂപപ്പെടുന്നു. ഈ ഉൽപ്പന്നങ്ങൾ നിശ്ചിത അളവിനേക്കാൾ കൂടുന്നത് ശരീര സുസ്ഥിതിക്ക് ഹാനികരമാണ്. കാർബൺ ഡൈ ഓക്സൈഡ് കോശത്തിനകത്തും പുറത്തുമുള്ള ജലവുമായി പ്രവർത്തിച്ച് കാർബോണിക് ആസിഡ് ഉണ്ടാകും. കാർബോണിക് ആസിഡിൻ്റെ അളവ് ഉയരുന്നത് ശരീരത്തിനുള്ളിലെ അസിഡിറ്റി ഉയർത്തും. തന്മൂലം ആന്തര പരിസ്ഥിതിയിൽ മാറ്റമുണ്ടാകും. ആന്തര പരിസ്ഥിതിയിൽ മാറ്റമുണ്ടാക്കുന്ന വസ്തുക്കളെ യഥാസമയം നീക്കം ചെയ്യേണ്ടതുണ്ട്. ഇതും ആന്തര സമസ്ഥിതി പാലനത്തിൻ്റെ ഭാഗമാണ്. ശരീരത്തിന് ഹാനികരമാകുന്ന വസ്തുക്കളെ നീക്കം ചെയ്ത് ശരീരത്തിൻ്റെ ആന്തര പരിസ്ഥിതി നിലനിർത്തുന്നതിനെ ആന്തര സമസ്ഥിതി പാലനം എന്ന് പറയുന്നു. ചിലയിനം ബാക്ടീരിയ, ഈസ്റ്റ് തുടങ്ങിയ ജീവികൾ ഓക്സിജന്റെ അഭാവത്തിലും ജീവിക്കാൻ കഴിവുള്ളവയാണ്. അങ്ങനെയെങ്കിൽ ജീവൽ പ്രവർത്തനങ്ങൾക്കു വേണ്ട ഊർജം എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ഈ ചിത്രീകരണം ഒന്ന് വിശകലനം ചെയ്തു നോക്കൂ. ബാക്ടീരിയ, ഈസ്റ്റ് എന്നിവയുടെ കോശദ്രവ്യത്തിലുള്ള ഗ്ലൂക്കോസിൽ നിന്ന് 2 ATP ഊർജം സ്വതന്ത്രമാകുന്നു. പിന്നീട് അത് പൈറുവിക് ആസിഡായി മാറുന്നു.
2 ATP ഊർജം സ്വതന്ത്രമായി കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡായി മാറുന്നു. ഈ പൈറുവിക് ആസിഡ് ബാക്ടീരിയയുടെ ശരീരത്തിൽ ലാക്റ്റിക് ആസിഡായി മാറി ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ നടക്കുന്നു. ഈസ്റ്റിൻ്റെ ശരീരത്തിൽ അത് ആൽക്കഹോളും കാർബൺ ഡൈ ഓക്സൈഡുമായി മാറി ആൽക്കഹോൾ ഫെർമെൻറ്റേഷൻ നടക്കുന്നു. അപ്പോൾ എന്താണ് ഫെർമെൻറ്റേഷൻ? അവായു ശ്വസനം വഴി അഥവാ വായുവില്ലാത്ത ശ്വസനം വഴി ഗ്ലൂക്കോസിൽ നിന്ന് ഊർജം സ്വതന്ത്രമാക്കി ലാക്റ്റിക് ആസിഡോ ആൽക്കഹോളോ നിർമ്മിക്കുന്ന പ്രക്രിയയെ ഫെർമെൻറ്റേഷൻ എന്ന് പറയുന്നു. അവായു ശ്വസനം വഴി നിർമ്മിക്കപ്പെടുന്ന ആൽക്കഹോളും കാർബൺ ഡൈ ഓക്സൈഡുമാണ് നമ്മുടെ മാവ് പുളിച്ച് മാർദ്ദവമുള്ളതാക്കാൻ സഹായിക്കുന്നത്. അതുപോലെ ലാക്ടോബാസിലസ് ബാക്ടീരിയയിലെ ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ വഴിയാണ് പാല് തൈരായി മാറുന്നത്. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ മനുഷ്യരിലും അവായു ശ്വസനം നടക്കാറുണ്ട്. കഠിനാധ്വാനത്തിൽ ഏർപ്പെടുമ്പോൾ പേശീകോശങ്ങളിലെ ഊർജോപയോഗം വർദ്ധിക്കുകയും ഓക്സിജന്റെ അളവ് തീരെ കുറയുകയും ചെയ്യുന്നു. ഈ സന്ദർഭത്തിൽ പേശീകോശങ്ങൾ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത് അവായു ശ്വസനം വഴിയാണ്. ഇതിൻ്റെ ഫലമായി പേശീകോശങ്ങളിൽ ലാക്റ്റിക് ആസിഡ് രൂപപ്പെടും. നിത്യജീവിതത്തിൽ മാത്രമല്ല വ്യാവസായിക രംഗത്തും ഫെർമെൻറ്റേഷൻ ഒരു സാങ്കേതിക വിദ്യയായി പ്രയോജനപ്പെടുത്തുന്നു. ഒട്ടേറെ ബേക്കറി വിഭവങ്ങളുടെ നിർമ്മാണം ഉദാഹരിക്കാൻ കഴിയും. ചെറുകിട വ്യവസായത്തിലും തൊഴിലിലും ഈ രംഗത്തെ സാധ്യതകൾ ഉപയോഗപ്പെടുത്താവുന്നതാണ്. ശ്വസിക്കുന്ന വായുവിൽ അടങ്ങിയിരിക്കുന്ന പൊടിപടലങ്ങൾ, രോഗാണുക്കൾ, രാസവസ്തുക്കൾ എന്നിവയെല്ലാം ശ്വാസകോശത്തിൽ എത്തുന്നത് ശ്വസന വ്യവസ്ഥയുടെ ആരോഗ്യം തകരാറിലാക്കും. ഇത്തരം സാഹചര്യങ്ങളിൽ നിന്നും ശ്വാസകോശത്തെ സംരക്ഷിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ശ്വസന വ്യവസ്ഥയിൽ തന്നെയുണ്ട്. മനുഷ്യരാശിയെ കാർന്നു തിന്നുന്ന ഒരു ദുശ്ശീലമാണ് പുകവലി. പുകവലി മൂലമുണ്ടാകുന്ന ശ്വാസകോശ തകരാറുകൾ ഏതെല്ലാമാണ്? ഈ ചിത്രീകരണം ഒന്ന് വിശകലനം ചെയ്തു നോക്കൂ. ശ്വാസകോശാർബുദം. പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന അർബുദകാരികൾ ശ്വാസകോശാർബുദത്തിന് കാരണമാകുന്നു. അർബുദം ബാധിക്കാത്ത ശ്വാസകോശവും അർബുദം ബാധിച്ച ശ്വാസകോശവും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് നോക്കൂ. എംഫിസീമ. പുകയിലയിലെ വിഷപദാർത്ഥങ്ങൾ വായു അറകളുടെ ഇലാസ്തികത നഷ്ടപ്പെടുത്തുന്നതുമൂലം അവ പൊട്ടുന്നു. ഇത് ശ്വസന പ്രതല വിസ്തീർണം കുറയ്ക്കുന്നതിനും വൈറ്റൽ കപ്പാസിറ്റി കുറയ്ക്കുന്നതിനും കാരണമാകുന്നു. എംഫിസീമ ബാധിക്കാത്ത വായു അറകളും എംഫിസീമ ബാധിച്ച വായു അറകളും തമ്മിലുള്ള വ്യത്യാസം കാണുന്നില്ലേ? അടുത്തത് ബ്രോങ്കൈറ്റിസ്. പുകയിലയിലെ ടാർ, കാർബൺ മോണോക്സൈഡ് തുടങ്ങിയവ വായു അറകളിൽ ശ്ലേഷ്മം അടിഞ്ഞുകൂടുന്നതിനും രോഗാണുക്കൾ പെരുകി ശ്വാസകോശത്തിന് വീക്കം ഉണ്ടാകുന്നതിനും കാരണമാകുന്നു. വീക്കം ബാധിക്കാത്ത ശ്വസനികകളും വീക്കം ബാധിച്ച ശ്വസനികകളും തമ്മിലുള്ള വ്യത്യാസം നോക്കൂ. അപ്പോൾ ശ്വാസമെടുക്കാൻ എന്ത് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? രോഗങ്ങളിൽ നിന്ന് ശ്വസന വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതോടൊപ്പം അവിചാരിതമായി സംഭവിക്കുന്ന അപകടങ്ങളെ നേരിടാനും നാം സജ്ജരാകേണ്ടതുണ്ട്. പല കാരണങ്ങളാൽ മുങ്ങിപ്പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം. ജലത്തിലെ വായു ശ്വസിക്കാൻ കഴിയാത്തതുകൊണ്ട് വെള്ളത്തിൽ അധിക നേരം മുങ്ങിക്കിടക്കാൻ കഴിയില്ല. സ്വയം രക്ഷപ്പെടാനും സാധിച്ചെന്നു വരില്ല. അതുകൊണ്ട് അപകടത്തിൽപ്പെട്ടയാളെ അതിവേഗം വെള്ളത്തിൽ നിന്ന് പുറത്തെടുത്ത് പ്രഥമ ശുശ്രൂഷ നൽകേണ്ടി വരും. ഉള്ളിൽ കടന്ന വെള്ളം പുറത്തു കളയേണ്ടതെങ്ങനെയെന്നും കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകേണ്ടത് എങ്ങനെയെന്നും നാം 7ാം ക്ലാസ്സിൽ നിന്ന് തന്നെ പഠിച്ചു കഴിഞ്ഞതാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് അറിയുകയും ചെയ്യുമല്ലോ.
ശ്വസന വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതോടൊപ്പം അതിൻ്റെ ശേഷി വർദ്ധിപ്പിക്കാനും ശ്രമിക്കേണ്ടതാണ്. ഒരു സാധാരണ ഉച്ഛ്വാസത്തിലൂടെ ഉള്ളിലേക്കെടുക്കുകയോ നിശ്വാസത്തിലൂടെ പുറന്തള്ളുകയോ ചെയ്യുന്ന വായുവിൻ്റെ അളവാണ് ടൈഡൽ വോളിയം. ഇത് ഏകദേശം 1/2 ലിറ്റർ വരും. എന്നാൽ ഗാഢമായ ഉച്ഛ്വാസത്തിനു ശേഷം ശക്തിയായി നിശ്വസിക്കുമ്പോൾ പുറത്തു പോകുന്ന പരമാവധി വായുവിൻ്റെ അളവാണ് വൈറ്റൽ കപ്പാസിറ്റി. വൈറ്റൽ കപ്പാസിറ്റി ശ്വസന പ്രവർത്തനങ്ങളുടെയും ഔരസാശയ പേശികളുടെ കരുത്തിൻ്റെയും സൂചകമായി കരുതുന്നു. ആരോഗ്യമുള്ള പുരുഷന്മാരിൽ വൈറ്റൽ കപ്പാസിറ്റി ഏകദേശം 4.5 ലിറ്ററും സ്ത്രീകളിൽ ഇത് 3 ലിറ്ററുമായിരിക്കും. വൈറ്റൽ കപ്പാസിറ്റി എങ്ങനെ അളക്കാമെന്ന് നമുക്ക് നോക്കാം. ചിത്രത്തിലേതുപോലെ പ്ലാസ്റ്റിക് ജാറുകളും കുഴലുകളും സജ്ജീകരിക്കുക. ഗാഢമായ ഒരു ഉച്ഛ്വാസത്തിനു ശേഷം ചോർപ്പ് വായ്ക്ക് ചുറ്റും നല്ലവണ്ണം ചേർത്ത് വച്ച് വായു ഒട്ടും പുറത്തു പോകാത്ത വിധം ഒന്നാമത്തെ ജാറിലേക്ക് ശക്തമായി ഊതുക. രണ്ടാമത്തെ ജാറിലേക്ക് വീഴുന്ന ജലത്തിൻ്റെ അളവ് നോക്കൂ. ഇത് വൈറ്റൽ കപ്പാസിറ്റിക്ക് ആനുപാതികമായിരിക്കും. നമ്മുടെ ഓരോരുത്തരുടെയും വൈറ്റൽ കപ്പാസിറ്റി കണ്ടെത്തി താരതമ്യം ചെയ്യൂ. ശ്വാസോച്ഛ്വാസ വ്യായാമത്തിലൂടെ വൈറ്റൽ കപ്പാസിറ്റി കൂട്ടാം. വൈറ്റൽ കപ്പാസിറ്റി കൂട്ടിയാൽ രക്തത്തിൽ കലരുന്ന ഓക്സിജന്റെ അളവും കൂടില്ലേ? തന്മൂലം ഊർജത്തിൻ്റെ ഉൽപാദനവും വർദ്ധിക്കില്ലേ? വൈറ്റൽ കപ്പാസിറ്റി കൂടുന്നത് നമ്മുടെ ശ്വാസോച്ഛ്വാസ പ്രക്രിയയ്ക്കും നമ്മുടെ ശരീരത്തിനും വളരെയധികം നല്ലതാണ്. ഇനി ശ്വസനം മറ്റു ജീവികളിൽ എങ്ങനെയെല്ലാമാണെന്ന് നോക്കാം. മനുഷ്യനെ പോലെ മറ്റ് ജീവികളും ശ്വസിക്കുന്നുണ്ടെന്നറിയാമല്ലോ. കോശശ്വസനം എല്ലാ ജീവികളിലും ഏറെക്കുറെ സമാനമായ പ്രക്രിയയാണ്. 2 ഘടനയുള്ള ജീവികളിൽ നിന്ന് സങ്കീർണ ഘടനയുള്ള ജീവികളിലേക്ക് വരുമ്പോൾ ശ്വസനാവയവങ്ങളുടെ ഘടനയും വാതക വിനിമയ പ്രക്രിയയും സങ്കീർണമാകുന്നു എന്ന് മാത്രം. അമീബ, മത്സ്യം, ഷഡ്പദങ്ങൾ തുടങ്ങിയ ജീവികളിൽ നടക്കുന്ന ശ്വസന പ്രക്രിയയെക്കുറിച്ച് മുൻ ക്ലാസ്സുകളിൽ പഠിച്ചത് ഓർക്കുന്നില്ലേ? ഈ പട്ടികയൊന്ന് പൂർത്തിയാക്കൂ. അമീബ, പാറ്റ, മത്സ്യം, ഉഭയജീവികൾ, മണ്ണിര, മറ്റു ഷഡ്പദങ്ങൾ എന്നിവയുടെ ശ്വസനാവയവും അവ വാതക വിനിമയം നടത്തുന്നത് എങ്ങനെയെന്നും നിങ്ങൾ മുൻ ക്ലാസ്സിൽ പഠിച്ചത് പകർത്തി എഴുതുമല്ലോ. സസ്യങ്ങൾ ശ്വസിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ജന്തുക്കളെ പോലെ സസ്യങ്ങളും ശ്വസിക്കുന്നുണ്ടെന്ന് നാം ആദ്യമേ മനസ്സിലാക്കിയതാണ്. താരതമ്യേന ഊർജത്തിൻ്റെ ആവശ്യം കുറവാണെങ്കിലും സസ്യങ്ങളും ഊർജത്തിനായി ഗ്ലൂക്കോസിനെ വിഘടിപ്പിക്കുന്നുണ്ട്. ഇതിനാവശ്യമായ ഓക്സിജൻ അന്തരീക്ഷവായുവിൽ നിന്ന് തന്നെയാണ് സസ്യങ്ങളും ആഗിരണം ചെയ്യുന്നത്. ശ്വസനവാതകങ്ങളുടെ വിനിമയത്തിന് സസ്യങ്ങളിൽ വിവിധ തരത്തിലുള്ള സംവിധാനങ്ങളുണ്ട്. ഇലകളിലും പച്ച നിറമുള്ള ഇളം കാണ്ഡത്തിലും കാണപ്പെടുന്ന ആസ്യരന്ധ്രങ്ങളെക്കുറിച്ച് നാം ആദ്യമേ പഠിച്ചിട്ടുള്ളതാണല്ലോ. ഇവ സസ്യങ്ങളിലെ വാതക വിനിമയ കേന്ദ്രങ്ങളാണ്. വേരുകൾക്കും കാണ്ഡങ്ങൾക്കും എങ്ങനെയാണ് ഓക്സിജൻ ലഭിക്കുന്നത്? ശീമക്കൊന്ന, മുരിങ്ങ എന്നിവയുടെ കാണ്ഡവും പ്ലാവിൻ്റെ വേരും ഹാൻഡ് ലെൻസിലൂടെ നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാകും. കാണ്ഡത്തിൻ്റെയും വേരിൻ്റെയും ഉപരിതലത്തിൽ ധാരാളം ചെറുസുഷിരങ്ങൾ കാണപ്പെടുന്നു. ഇവയാണ് ലെൻറ്റിസെല്ലുകൾ. കാണ്ഡത്തിലും വേരിലും വാതക വിനിമയം നടക്കുന്നത് ലെൻറ്റിസെല്ലിലൂടെയാണ്. ലെൻറ്റിസെല്ലിലെ കോശങ്ങൾക്കിടയിലൂടെ ഡിഫ്യൂഷൻ വഴിയാണ് കാണ്ഡത്തിനകത്തേക്കും പുറത്തേക്കും ശ്വസനവാതകങ്ങളായ ഓക്സിജനും കാർബൺ ഡയോക്സൈഡും വിനിമയം ചെയ്യപ്പെടുന്നത്. പ്രാണവായുവായ ഓക്സിജൻ ജീവികളുടെ നിലനിൽപ്പിന് അനിവാര്യമാണല്ലോ. ഭൗമാന്തരീക്ഷത്തിൽ ഓക്സിജൻ സുലഭമാക്കുന്നതിൽ സസ്യങ്ങളുടെ പങ്ക് വളരെ വലുതാണെന്ന് നമുക്കറിയാം. പക്ഷേ പ്രകൃതിയുടെ മേലുള്ള മനുഷ്യൻ്റെ അനിയന്ത്രിതമായ കടന്നുകയറ്റം വായുമലിനീകരണത്തിൻ്റെ തോത് ക്രമാതീതമായി വർദ്ധിപ്പിക്കുന്നു. അന്തരീക്ഷവായു മലിനമാകുന്നത് ജീവൻ്റെ നിലനിൽപ്പിനെ പ്രതികൂലമായി ബാധിക്കും. ഭൂമിയിൽ ജീവൻ്റെ നിലനിൽപ്പിന് അനിവാര്യമായ പരിസ്ഥിതിയുടെ സുസ്ഥിതി സംരക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും ചുമതലയാണ്.